ഒരു അടിപൊളി കിടിലൻ വാക്സ് മ്യൂസിയം കാണാൻ വേണ്ടിയാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. ഭയങ്കര ജീവൻ തുളുമ്പുന്ന വളരെ റിയലിസ്റ്റിക് ഫീല് നൽകുന്നതാണ് ഇവിടുത്തെ പ്രതിമകൾ. ഇത് ലൊക്കേഷൻ വരുന്നത് മഹാരാഷ്ട്രയിലെ ലോണാവാല എന്ന് പറയുന്ന സ്ഥലത്താണ്. അന്വേഷിച്ച് വന്നപ്പോഴാണ് മനസ്സിലാക്കിയത് ഇതിന്റെ ശില്പി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടുകാരനാണ്. അതെനിക്ക് വളരെ അത്ഭുതം ഉളവാക്കുന്ന ഒരു സംഭവം. കണ്ടല്ലൂർ മലയാളി ലുക്കൊക്കെ ഉണ്ട്, പക്ഷേ അത് മലയാളിയാണോ എന്ന് നമുക്കറിയില്ല. സുനിൽ കണ്ടല്ലൂരിൽ നിന്ന് അടിച്ചു കൊടുത്ത് നോക്ക്. ഇതിൽ ഇത്രയും പേരുടെ നമുക്ക് ഇതിൽ വാക്സ് മ്യൂസിയത്തിൽ ഇത്രയും ആളുകളുണ്ട്. ഛത്രപതി ശിവാജി മഹാരാജ് മുതൽ ഇങ്ങനെ പോയി ഇവിടെ MS ധോണി, ഹർഭജൻ സിംഗ്, പിന്നെ ഇവിടെ പോയി കാർട്ടൂണിസ്റ്റ് ശങ്കർ, ഇവിടെ പോയി MF ഹുസൈൻ മുതൽ ലാസ്റ്റ് ലതാ മങ്കേഷ്കർ വരെ ഉണ്ട്. അതിന് തൊട്ട് മുമ്പാണ് ഡിയാഗോ മർഡോണ, ജയലളിത, ശ്രീ രവിശങ്കർ, ഇവരൊക്കെ അടുത്തിടെ വന്നതാണ്. ഇതാണ് ആർട്ടിസ്റ്റ്. അപ്പോൾ പുള്ളിയുടെ പേര് തന്നെയാണ്. മലയാളിയാണോ? പറഞ്ഞോ, ചോദിക്കാലോ. जी ये सुनील कंडन्नूर बोल के वो मलयाली है क्या? हाँ, फ्रॉम केरला है वो. अच्छा, वो केरला में किधर से है मालूम है? कंडल्लूर कौन सा डिस्ट्रिक्ट है, कोई आइडिया है? आप भी केरला से है क्या? നാട്ടിൽ എവിടെയാ? കായംകുളമാണോ? ഓക്കെ. ഈ സുനിൽ കുമാർ എന്ന് പറയുന്ന ആള് കായംകുളംകാരനാണ്. അത് ശരി. ഞങ്ങള് എറണാകുളം, അങ്കമാലി, തൃപ്പൂണിത്തുറ അല്ല. അത് ശരി. ഓക്കെ, ശരി. അയാൾ അങ്ങനെ. അത് ശരി. അപ്പം എങ്ങനെ ഇവിടെ വന്ന് ചേർന്ന് ഇങ്ങനെയൊക്കെ സെറ്റാക്കി വന്നതാണ് ഇവിടെ? ഓക്കെ. ഓക്കെ ഓക്കെ ഓക്കെ. ബ്രദറിൻ്റെ പേര് സന്തോഷ്. ഓക്കെ. അപ്പോൾ കണ്ടതിൽ സന്തോഷം. ഓക്കെ, ശരി, നടക്കട്ടെ. ഓക്കെ. നമ്മളുടെ മലയാളിയുടെ ആർട്ട് വർക്കാണ് നമ്മൾ കാണാൻ പോണേ. ഗ്രേറ്റ്. എന്താ സാധനം? डिस्काउंट कूपन. स्टैचूज को टच नहीं करने का, फोटोस अभी कर सकता है. ഓക്കെ, താങ്ക് യു വെരി മച്ച്. കാഴ്ചകൾ തുടങ്ങുന്നതിന് മുമ്പുള്ള ഇൻസ്ട്രക്ഷൻ തരുന്ന സമയത്ത് നമ്മളുടെ ക്യാമറ അല്പം ഔട്ട് ഓഫ് ഫോക്കസ് ആയിപ്പോയി. സ്റ്റാച്യൂവിലൊന്നും തുടരുത്, ഫോട്ടോസൊക്കെ എടുക്കാമെന്നാണ് പുള്ളിക്കാരി പറഞ്ഞത്. ഛത്രപതി ശിവാജി മഹാരാജ്, സാക്ഷാൽ ജവഹർലാൽ നെഹ്റു. അപ്പോൾ മഹാരാഷ്ട്രക്കാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഛത്രപതി മഹാരാജാവിൻ്റെ സ്റ്റാച്യു വെച്ചാണ് ഈ വാക്സ് മ്യൂസിയത്തിലെ കാഴ്ചകൾ തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് നമ്മളുടെ ഗാന്ധി അപ്പാപ്പനുണ്ട്, മഹാത്മാഗാന്ധി, നെഹ്റുവും ഗാന്ധിയൊക്കെ ഒരുമിച്ച് തന്നെ ഇരിക്കുന്നത്. ഛത്രപതി ശിവാജി മഹാരാജാവിനെ നമ്മൾ നേരിട്ട് കണ്ടോ അല്ലെങ്കിൽ ഫോട്ടോയിൽ അധികം വലിയ പരിചയമില്ലാത്ത കാരണം മുഖത്തിൻ്റെ എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയില്ല സാമ്യത. പക്ഷേ ജവഹർലാൽ നെഹ്റു കൊള്ളാം, നൈസായിട്ടുണ്ട്. പക്ഷെ മഹാത്മാഗാന്ധിയുടെ കേസിൽ അത്ര തോന്നിയില്ല പെർഫെക്ഷൻ, ബട്ട് ഇറ്റ്സ് ഓക്കെ. ഇത് സാക്ഷാൽ അണ്ണാ ഹസാരെ, സമര നായകന്മാരിൽ ഒരാളാണ്. അവരുടെ ഡീറ്റെയിൽസും നമുക്കിത് ഇവിടെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഇത് അണ്ണാ ഹസാരെ. ഓ, സാക്ഷാൽ ശരത് പവാറൊക്കെ നല്ല ലുക്കുണ്ട് കേട്ടോ. പുള്ളിയുടെ മുഖവും കാര്യങ്ങളൊക്കെ, അതിൻ്റെ ഫിനിഷിങ്ങൊക്കെ നല്ല ഗംഭീരമായിട്ടുണ്ട്. കൊള്ളാം, നൈസായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സുനിലേട്ടൻ, ഇതിൻ്റെ ശില്പി. കൊള്ളാം. ഇത് യശ്വന്ത് ചവാൻ. ഇതൊക്കെ പേര് കേട്ടിട്ടുള്ളൂ. അത് നമുക്ക് മുഖം എത്രത്തോളം പെർഫെക്റ്റ് ആണ് എന്ന് നമ്മൾ ജഡ്ജ് ചെയ്യാൻ ആളല്ല. പക്ഷേ കൊള്ളാം, നല്ലൊരു ആർട്ട് വർക്കാണ്. ഇപ്പോൾ ഇനി ഞാൻ കാണിക്കാൻ പോണത് നല്ലൊരു കിടിലൻ പവർഫുൾ മനുഷ്യനാണ്. സൂപ്പറായിട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ്. മഹാരാഷ്ട്രയിലെ സിംഗം എന്ന് തന്നെ പറയാവുന്ന ശ്രീ ബാൽ താക്കറെ. ഞാൻ ബാൽ താക്കറേനെ കുറിച്ച് ഞാൻ ശരിക്കും പറഞ്ഞാൽ അറിഞ്ഞത്, ആദ്യമായിട്ട് അറിയുന്നത് മറ്റേ അമിതാഭ് ബച്ചൻ്റെ സർക്കാർ എന്ന് പറഞ്ഞ സിനിമയുണ്ടല്ലോ. സർക്കാർ എന്ന് പറഞ്ഞ സിനിമ ഏറെക്കുറെ ബാൽ താക്കറയുടെ ലൈഫാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ശിവസേനയുടെ പുലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ശിവസേനയുടെ
ഒരു കാലത്തെ ലീഡറായിരുന്ന ബാൽ താക്കറെ. പുള്ളി നല്ല ഗംഭീരമായിട്ട് തന്നെ വന്നിട്ടുണ്ട്, അടിപൊളി. അടുത്ത ഇനിയുള്ളത് ഗോപിനാഥ് മുണ്ടെ. ഇതൊക്കെ ആരാണ്? അതൊന്നും നമുക്ക് അത്ര വലിയ പിടുത്തമില്ല. ഇതിലെഴുതിയേണ്ട ഗോപിനാഥ് മുണ്ടെ ഇന്ത്യ മഹാരാഷ്ട്രയിലെ BJPയുടെ ഒരു ലീഡറാണ്. ഓക്കെ, അപ്പോൾ അതൊന്നും നമുക്ക് മുഖച്ഛായ എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയില്ല. ഭഗത് സിംഗിനെല്ലാം നമ്മൾ ഒരുപാട് ഫോട്ടോയിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ ആ ഫോട്ടോ കാണുന്നത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ മുഖം എന്നൊക്കെ ഉള്ളതിൽ നമുക്ക് അറിയില്ല. നമ്മൾ കാണുന്ന ഫോട്ടോയിൽ ഭഗത് സിംഗ് ശരിക്കും പറഞ്ഞാൽ നല്ല മീശയൊക്കെ പിരിച്ച് നിൽക്കണ നല്ല അസലൊരു സിംഗാണ്, ഒരു പഞ്ചാബിയാണ്. പക്ഷെ ഇതിൽ അത്ര ഒരു കട്ടി മീശയൊന്നുമില്ല, ഒരു പയ്യൻ ഭഗത് സിംഗിൻ്റെ ലുക്കാണ് നമുക്ക് കിട്ടുന്നത്. കൊള്ളാം. വാവ്. സാക്ഷാൽ BR അംബേദ്കറിന് മുഖച്ഛായ നമ്മൾ പറഞ്ഞോണം അറിയില്ല. പക്ഷെ ഗംഭീര ഒരു ആർട്ട് വർക്ക് തന്നെയാണ്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ തന്നെയാണ് കയ്യിൽ പിടിച്ചിരിക്കുന്നത്, നമ്മുടെ ഭരണഘടന. അടിപൊളി ആയിട്ടുണ്ട്. അടുത്തത് വാവ്, നമ്മളുടെ സ്വന്തം PM. അത് നല്ല നൈസായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, നല്ല വർക്കാണ്, ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ ഫിനിഷിങ് ആയാലും എല്ലാം. പക്ഷെ ആകെ എനിക്കൊരു തോന്നിയൊരു ഇതെന്ന് പറയുന്നത് താടി ഒരല്പം നീളം കൂടിയോ എന്നുള്ളൊരു സംശയമുണ്ട്. അതൊഴിവാക്കി തരുന്നുണ്ടെങ്കിൽ താടി ഒരല്പം കൂടി ഒന്ന് ട്രിം ചെയ്ത് തീർത്തിരുന്നെങ്കിൽ ഇതിനേക്കാൾ സൂപ്പർ ആയേനെ എന്ന് എനിക്ക് തോന്നുന്നു. പുള്ളിയുടെ ആ ലുക്കും എല്ലാം വളരെ നൈസായിട്ടുണ്ട്. പിന്നെ കയ്യിലൊക്കെ ഡീറ്റെയിലിങ് കൊടുത്തിരിക്കുന്നതും വളരെ മനോഹരമാണ്. കയ്യിലെ പോലും രോമമൊക്കെ ഇതിൽ ക്ലിയറായിട്ട് വാക്സിൽ തീർത്ത് വച്ചിട്ടുണ്ട്. ഒരു ഇതുവരെ കണ്ടതിലെ ഒരു ഗംഭീര വർക്ക് തന്നെയാണ് ശ്രീ മോഡിയുടെ, നമ്മുടെ PMൻ്റെ. അടുത്തതാരാ? രാംദാസ് അത്താവലെ. ഇവരെയൊക്കെ നമുക്കങ്ങനെ പരിചയമില്ലാത്തതുകൊണ്ട് നമുക്ക് ഇവരുടെയൊക്കെ ഡീറ്റെയിലിംഗ് എത്രത്തോളം നല്ലതാണെന്നൊന്നും നമുക്ക് അത്ര അറിയില്ല. അപ്പോൾ രാംദാസ് അത്തവാല കഴിഞ്ഞു. വാ, അടുത്തത് ശ്രീ സർദാർ വല്ലഭായ് പട്ടേൽ. ആഹാ, അദ്ദേഹം നൈസായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല കളർ ഗ്രേഡിങ് ആയാലും എല്ലാം ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. പുള്ളിയുടെ വേഷവിധാനങ്ങളായാലും ശരി, എല്ലാം അടിപൊളിയായിട്ടുണ്ട്. സൂപ്പർ. മുഖത്തൊക്കെയുള്ള ഫിനിഷിംഗ് ആയാലും എല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട്. പുള്ളിയുടെ മുടിയും മുഖത്തും എല്ലാ ഫിനിഷിങ്ങും ഡീറ്റെയിലിങ് ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. സാക്ഷാൽ AB വാജ്പേയി. പുള്ളി നല്ല സുമുഖനായിട്ട് ചിരിച്ച് നിൽക്കണ നമ്മളുടെ മുൻ PM ആണ്. പുള്ളിയുടെ വളരെ മനോഹരമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ല വർക്ക്, ഗംഭീരം. പുള്ളിയുടെ നമ്മളുടെ സുനിൽ അണ്ണൻ്റെ എല്ലാ ആർട്ട് വർക്കും സൂപ്പറാട്ടോ. പക്ഷേ എന്നാലും നമുക്ക് ചില കാര്യങ്ങൾ പെട്ടെന്ന് ഇവിടെ ഇരിക്കണപ്പോൾ ഇത് ആരടാ ഇരിക്കണേന്നുള്ള പെട്ടെന്നൊരു തോന്നലായിപ്പോയി. അതിലേക്ക് വരാം. നമ്മുടെ സാക്ഷാൽ നിതിൻ ഗഡ്കരിയാണ്. നമ്മുടെ സാക്ഷാൽ നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ മുഖം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മുഖമായിട്ട് നോക്കുമ്പോൾ അത്ര ഒരു മാച്ചിങ് തോന്നിയില്ല. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഗുഡ്. കോസ്റ്റ്യൂം വൈസ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും പെട്ടെന്ന് സുഭാഷ് ചന്ദ്രബോസാണെന്നുള്ളത്. അടുത്തത് സാക്ഷാൽ നിതിൻ ഗഡ്കരിയുടെ പറ്റി നമുക്ക് അറിയാം. നമ്മളുടെ ഇപ്പോഴത്തെ ഇൻഫ്രാസ്ട്രക്ചർ കാര്യങ്ങൾക്കൊക്കെ ഇത്രയും എത്തിക്കാനായിട്ട് പുള്ളി വഹിച്ച പങ്ക് ചെറുതല്ല. പുള്ളിയുടെ വളരെ നൈസായിട്ടുണ്ട്. ഈ ഇരിക്കണ പോസായാലും ശരി എല്ലാം ഗംഭീരമായിട്ടുണ്ട്. ആ ഒരു നല്ലൊരു ഈസി ചെയറിലിരിക്കണ ആ ഒരു ലുക്ക് അടിപൊളിയായിട്ടുണ്ട്. ഇതാരാണത്? മഹാരാഷ്ട്രയിലും നമ്മുടെ സ്വന്തം വെള്ളാപ്പള്ളി നടേശൻ. അടിപൊളി. നമ്മൾ മഹാരാഷ്ട്രയിൽ നമ്മൾ മലയാളികളെയും കൊണ്ട് നിറച്ചേക്കാൻ കേട്ടോ. മലയാളികൾ ഇനിയും വരാനുണ്ട്, കാണിച്ചു തരാം. വെള്ളാപ്പള്ളി നടേശൻ അടിപൊളിയായിട്ടുണ്ട്. പുള്ളിയുടെ ഡ്രസ്സും ആയാലും ശരി എല്ലാം ഗംഭീരമായിട്ടുണ്ട്. കൊള്ളാം.
അടുത്തതാണ് സാക്ഷാൽ നമ്മുടെ ലീഡർ. ലീഡറും നല്ല ചിരിച്ചിരിക്കാണ്ടോ, നല്ല സുമുഖനായിട്ട് അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട് ലീഡർ. നന്നായിട്ടുണ്ട്. വാവ്, കൊള്ളാം. പുള്ളിയുടെ ആ ഒരു ജുബയും കോസ്റ്റ്യൂമായാലും ശരി എല്ലാം നൈസായിട്ട് വന്നിട്ടുണ്ട്. സാക്ഷാൽ രാജീവ് ഗാന്ധി. രാജീവ് ഗാന്ധിയുടെ എവിടെ എഴുതിയിരിക്കുന്നത്? ഓക്കെ, രാജീവ് ഗാന്ധി. രാജീവ് ഗാന്ധി നല്ല സുമുഖനായിട്ടുള്ള ഒരു നേതാവ്. രാജീവ് ഗാന്ധി നൈസായിട്ടുണ്ട്. ഡീറ്റെയിലിങ്ങും എല്ലാം കൊള്ളാം. പുള്ളിയുടെ ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കുറ്റിത്താടി മുടിയും കാര്യങ്ങളൊക്കെ ഗംഭീരമായിട്ട് തന്നെ വന്നിട്ടുണ്ട് രാജീവ് ഗാന്ധി. അടുത്തത് നമ്മുടെ സാക്ഷാൽ ഇന്ദിരാഗാന്ധി. അടിയന്തരാവസ്ഥക്കാലം നമ്മളെ എപ്പോഴും ഓർമ്മിപ്പിക്കുന്ന സാക്ഷാൽ ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധി മുഖവും കാര്യങ്ങളൊക്കെ നൈസായിട്ട് വന്നിട്ടുണ്ട്. കുഴപ്പമില്ല, പക്ഷെ അത്ര പെർഫെക്ഷൻ ഫീൽ ചെയ്തില്ല. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഗുഡ്. അതെ, അടുത്തത് നമുക്കത് ബാറിൽ വിളമ്പിയൊക്കെ തരാനായിട്ട് ഇവിടെ ഫ്രണ്ടിൽ നിൽക്കണ പെണ്ണിനെയും പിന്നിൽ നിൽക്കണ പെണ്ണിനെയും തമ്മിൽ തെറ്റിപ്പോണ്ട. ഇതാണ് സ്റ്റാച്യൂസ്. അവരെപ്പോഴും ഹാഫ് ബിയർ വെച്ച് ഇരിക്കുകയാണ്. നല്ല തണുത്ത ബിയർ. നമ്മളോട് തൊടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോറി ഫോർ ദാറ്റ്. ഈ ബാറുകളിൽ നമ്മുടെ ആഞ്ചലീന ജൂലിയുടെ ഒരു ചായ ഇല്ലേ എന്നൊരു സംശയം. ഇതിനെ എനിക്ക് എവിടെ ഒരു ചായ തോന്നണില്ല. ആയിക്കോട്ടെ. പലവിധ ബ്രാൻഡുകളുടെ കാലിക്കുപ്പികളുണ്ട്. കാലിക്കുപ്പി വെച്ചിട്ടാണ് ഒരുമാരൊക്കെ ബാറ് നടത്തുന്നതെന്ന് എനിക്കറിയില്ല. വാ, സാക്ഷാൽ തലൈവർ. അയ്യവാ, क्या है? मैं असली है सर। आप अरे अभी समझा है। मैं सोचा आप रजनीकांत है। मैं रजनीकांत, मैं सोचा ये ड्यूप है, ओरिजिनल है। ओके जी। आप तमिलनाडु से क्या? नहीं सर, हम उल्लासनगर का से। अच्छा। ओके, या उधर जाएंगे पापा धोनी। सर निकलिए, आप निकल। या कोई प्रॉब्लम नहीं. നമ്മുടെ സാക്ഷാൽ തലൈവർ ഇവിടെ നല്ല സോഫയൊക്കെ ഇട്ട് നല്ല ഗംഭീര ലുക്കിലായിട്ടിരിക്കണേ. ഒന്നും പറയാനില്ല. ഇതുവരെ കണ്ടതിൽ വെച്ച് വൺ ഓഫ് ദ ബെസ്റ്റുകളിൽ പെടുന്നതാണ് ഈ രജനീകാന്തിൻ്റെ ഈ ഒരു വാക്സ് പ്രതിമ. അടുത്തത് ഇതാരാന്ന് മനസ്സിലാവണില്ലല്ലോ. ഇതാരാ സംഭവം? സത്യമായിട്ട് എനിക്കറിയില്ല. ലയൺസ് ക്ലബിൻ്റെ ആരെങ്കിലും ആവാനാണ് സാധ്യത. ലയൺ മെൽവിൻ ജോൺസ്. ലയൺസ് ക്ലബിൻ്റെ സ്ഥാപകൻ ആരെങ്കിലും ആയിരിക്കാം. ലയൺസ് ക്ലബ് ഇൻ്റർനാഷണൽ സർവിങ് ഹ്യൂമാനിറ്റി ഇൻ എ കൺട്രി. ഇതെന്താണ് അവർ മിഷൻ ഒക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷെ പുള്ളീനെ പറ്റി കാര്യമായിട്ടൊന്നും എഴുതി വച്ചിട്ടില്ല. അപ്പോൾ മിക്കവാറും ലയൺസ് ക്ലബിൻ്റെ ഫൗണ്ടർ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഓക്കെ. നമ്മുടെ പല്ലാൽ ദേവൻ, റാണ ദഗുപതി നൈസായിട്ടുണ്ട്, കൊള്ളാം. പുള്ളിക്ക് റേ ബാൻഡ് കണ്ണടയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടിട്ടത് റേ ബാനു ആണോ എന്ന് ഡൗട്ടുണ്ട്. കൊള്ളാം, നൈസായിട്ടുണ്ട്. സോനു സൂദ്, പുള്ളി അത്ര പോരാ, കുഴപ്പമില്ല, ഓക്കെയാണ്. നമ്മുടെ സിംഗം, ഇന്ത്യൻ സേനയുടെ തന്നെ സിംഗം അഭിനന്ദൻ വർദ്ധമാൻ, പുള്ളീനെയാണ് അന്ന് പാകിസ്ഥാൻകാർ, നമ്മളുടെ ഫൈറ്റർ ജെറ്റ് അവിടെ തകർന്നു വീണിട്ട് പാകിസ്ഥാൻകാർ പിടിച്ചുകൊണ്ടുപോയി. പിന്നെ നമ്മളുടെ നയതന്ത്ര ഇടപെടലുകൾ കൊണ്ട് പുള്ളീനെ നമ്മൾ വീണ്ടെടുത്തു. ദൈവം, ഫുട്ബോളിൻ്റെ ദൈവം, സാക്ഷാൽ മറഡോണ, കൊള്ളാം. ഇംഗ്ലണ്ടിൻ്റെ താരം ഡേവിഡ് ബെക്കാം, കൊള്ളാം. ദ ഗ്രേറ്റ് CR7. പക്ഷേ CR7 ലുക്ക് വൈസ് അത്ര അങ്ങോട്ട് സുഖമായിട്ടില്ല. ആ നിൽപ്പും പോസും ഒക്കെ കൊള്ളാം, പക്ഷേ ലുക്ക് വൈസ് അത്ര പോരാ. അപ്പോൾ റൊണാൾഡോ ഉണ്ടെങ്കിൽ മെസ്സി വേണ്ടേ? പക്ഷെ മെസ്സി എവിടെ? മെസ്സിനെ ആരോ തിരിച്ചു കൊണ്ടുപോയി. മെസ്സിയുടെ സ്പോട്ട് ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കണേ, പക്ഷേ മെസ്സിനെ കാണുന്നില്ല ഇപ്പോൾ. അടുത്തത് പ്രകാശ് രാജും ലുക്ക് വൈസ് ഓക്കെയാണ്, കുഴപ്പമില്ല. ബാജി
ഹർഭജൻ സിംഗ് ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ലെജൻഡറി സ്പിന്നർ. ഓഫ് ദ ഗ്രേറ്റ് കപിൽ ദേവ്, നമ്മളുടെ ഇന്ത്യക്ക് ഇന്ത്യൻ ക്രിക്കറ്റിന് ആദ്യമായിട്ട് വേൾഡ് കപ്പ് നേടിക്കൊടുത്ത ക്യാപ്റ്റൻ. ആരെ അടുത്ത തല സാക്ഷാൽ MS ധോണി, ചെന്നൈ സൂപ്പർ കിങ്സിനെ 5 തവണ കിരീടത്തിലെത്തിക്കുകയും ഇന്ത്യൻ ക്രിക്കറ്റിനെ 2020 വേൾഡ് കപ്പിലായാലും ശരി, ICC ചാമ്പ്യൻസ് ട്രോഫിയിലായാലും ശരി, ODI വേൾഡ് കപ്പിലായാലും ശരി, നമ്മളുടെ രാജ്യത്തിന് കപ്പ് നേടിക്കൊടുത്ത ഏക ക്യാപ്റ്റൻ ഈ എല്ലാ ഫോർമാറ്റിലും. പക്ഷേ പുള്ളിക്ക് ഇന്ത്യൻ ജേഴ്സി കൊടുക്കാമായിരുന്നു. ഞാൻ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ജേഴ്സി കൊടുത്തതിൽ ഞാൻ ഒട്ടും യോജിക്കുന്നില്ല. അടുത്തത് സാക്ഷാൽ കിങ് കോഹ്ലി. കിങ് കോഹ്ലിക്കും അതേപോലെ തന്നെ RCBയുടെ ജേഴ്സിയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ MS ധോണീനെ വെച്ച് നോക്കുമ്പോൾ അല്പം കൂടി ബെറ്റർ ആകാമായിരുന്നു കോഹ്ലി എന്ന് എനിക്ക് തോന്നുന്നു. കോഹ്ലിയെ നല്ല ഗ്ലാമറാക്കി വെച്ചിട്ടുണ്ട്. അടുത്തത് വാങ്കഡയുടെ രാജാവ്, ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ഇതിഹാസം, ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ അല്ലെങ്കിൽ ലോക ക്രിക്കറ്റിൻ്റെ ദൈവം എന്ന് വിളിക്കപ്പെടുന്ന സാക്ഷാൽ സച്ചിൻ രമേശ് ടെണ്ടുൽക്കർ. പുള്ളിയും ലുക്ക് വൈസ് അല്പം കൂടി ബെറ്റർ ആകാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. താക്കൂർ അനൂപ് സിംഗ്. ഇതാരാണ് താക്കൂർ അനൂപ് സിംഗ്? ഈസ് ആൻ ഇന്ത്യൻ ആക്ടർ. ഓക്കെ ആക്ടർ അനൂപ് സിംഗ്. ഓക്കെ പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല. അടുത്തത് ബാഡ്മിൻ്റൺ ഗെയിമൊക്കെ കാണുന്നവർക്കറിയാം, ശ്രീ ലിൻ ഡാനാണിത്. ചൈനയുടെ ഇതിഹാസ താരമാണ് ബാഡ്മിൻ്റണിലെ ലിൻ ഡാൻ. അടുത്തത് സാക്ഷാൽ 007 ജെയിംസ് ബോണ്ടിനെ പല അഭിനേതാക്കളും അഭ്രപാളിയിൽ എത്തിച്ചിട്ടുണ്ടെങ്കിലും പിയേഴ്സ് ബ്രോസ്നാൻ ചെയ്ത ജെയിംസ് ബോണ്ട് കഥാപാത്രങ്ങളെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. പക്ഷേ എനിക്ക് പേഴ്സണലി ഇപ്പോൾ നിലവിലെ ബോണ്ടായിട്ടുള്ള, എനിക്ക് തോന്നുന്നു പുള്ളിയുടെ കരാറും ബോണ്ടായിട്ടുള്ളത് അവസാനിച്ചു എന്ന് തോന്നുന്നു. നിലവിലെ ഡാനിയൽ ക്രെയ്ഗാണ് എനിക്കിഷ്ടം. കാരണം ഇമോഷണൽ സീനുകളൊക്കെ ഗംഭീരമായിട്ട് പെർഫോം ചെയ്യാൻ, ആക്ഷൻ സീനുകളിലേക്കാൾ ഉപരി ഇമോഷണൽ സീനുകൾ ഗംഭീരമായിട്ട് പെർഫോം ചെയ്യാൻ ഡാനിയൽ ക്രെയ്ഗ് തന്നെയാണ് പിയേഴ്സ് ബ്രോസ്നാനേക്കാൾ എത്രയോ മികച്ചത്. പുള്ളിയുടെ കാസിനോ റോയലും പിന്നെ സ്കൈഫാളും വൺ ഓഫ് ദ 2 ബെസ്റ്റ് ജെയിംസ് ബോണ്ട് മൂവീസാണ്. സാക്ഷാൽ ലാറ ക്രോഫ്റ്റ്, ആഞ്ചലീന ജൂലി. അടുത്തത് അമരീഷ് പുരി ലുക്ക് വൈസ് ഗംഭീരമായിട്ടുണ്ട്, നന്നായിട്ട് തന്നെ ഇരിപ്പുണ്ട് പുള്ളിയുടെ ഇരിപ്പും കാര്യങ്ങളൊക്കെ. പക്ഷേ ലാറ ക്രോഫ്റ്റ് അത്ര അങ്ങോട്ട് തോന്നിയില്ല, കുഴപ്പമില്ല എന്നുള്ളൊരു ഫീലേ ഉള്ളൂ, അതിനപ്പുറത്തേക്കില്ല. അടുത്തത് സാക്ഷാൽ ലെജൻഡ് ലത മങ്കേഷ്കർ. അടുത്തൊരു ലെജൻഡ് ഹരിഹരൻ. പിന്നെ ദാദാ സാഹേബ് ഫാൽക്കെ. സാക്ഷാൽ നമുക്ക് ഇന്ത്യൻ മണ്ണിലേക്ക് ആദ്യമായിട്ട് ഓസ്കാർ കൊണ്ടുവന്ന സാക്ഷാൽ AR റഹ്മാൻ. പുള്ളിയുടെ ആ 2 ഓസ്കാർ അവാർഡ് പുള്ളി കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ആരെ നമ്മുടെ സാക്ഷാൽ വിജയ് നല്ല നൈസായിട്ടുണ്ട് കേട്ടോ, കൊള്ളാം, നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇളയ ദളപതി റോബോഡ. അവിടെ നേരത്തെ നമ്മൾ കബാലിയിലെ രജനീകാന്തിൻ്റെ ലുക്ക് കണ്ടെന്നുണ്ടെങ്കിൽ അടുത്തത് ചിട്ടി റോബോ എന്ന ആ ക്യാരക്ടറിനെയാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. നല്ല വെളുത്തു തുടുത്ത രജനീകാന്ത് റോബോ. അടുത്തത് ജാക്വലിൻ ഫെർണാണ്ടസ്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, വളരെ റിയലിസ്റ്റിക് ഫീൽ തരുന്നുണ്ട്. സൽമാൻ ഖാൻ, മസിൽ ഖാൻ, ബോളിവുഡിൻ്റെ മസിൽ ഖാൻ. പുള്ളി നല്ല ഒരു വർക്കായിട്ട് തന്നെ തോന്നി. ഇത് പൊളിച്ചു. കരീന കപൂർ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരിയുടെ കളറും വാക്സിൻ്റെ കളറും എല്ലാം ഭയങ്കര മാച്ചിങ് ആയിട്ട് തന്നെ തോന്നുന്നുണ്ട്. മുഖത്തുള്ള എല്ലാ ഡീറ്റെയിലിംഗ് ആയാലും മുഖച്ഛായ ആയാലും എല്ലാം അടിപൊളിയായിട്ടുണ്ട്. ബെസ്റ്റാണ്, വൺ ഓഫ് ദ ബെസ്റ്റുകളാണ് ഇതുവരെ കണ്ടത്. കോൻ ബനേഗ ക്രോർപതി. സാക്ഷാൽ അമിതാഭ് ബച്ചൻ, ബിഗ് ബി ഓഫ് ദ ബോളിവുഡ്, ബിഗ് ബി ഓഫ് ദ ഇന്ത്യൻ സിനിമാസ്. ഇതാരാണിത്? കൊള്ളാലോ ചേച്ചി, ഇതാരാണ്? നിങ്ങളെവിടുന്ന? തൃശ്ശൂർ. ഓക്കെ. ഇത്
നാദിയ ഹുസൈൻ. ഇതാരാണ് നാദിയ ഹുസൈൻ? ഇസ് അറബിക് ബെല്ലി ഡാൻസർ. ആ ബെല്ലി ഡാൻസറാണ്, ചുമ്മാ അല്ല ഈ കോസ്റ്റ്യൂമിൽ നിൽക്കണേ. ഓക്കെ. അടുത്തത് സാക്ഷാൽ മൈക്കിൾ ജാക്സൺ. മൈക്കിൾ ജാക്സൺ ഒരല്പം പുള്ളിയുടെ കോസ്റ്റ്യൂമൊക്കെ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. വാവ്, ഗംഗ്നം സ്റ്റൈൽ. സൈ ഗംഗ്നം സ്റ്റൈൽ താരം. അടുത്തത് ആരാണ്? ഓ, ഇത് നമ്മുടെ, അയ്യോ പുള്ളിയുടെ പേര് മറന്നുപോയല്ലോ. വെങ്കടേഷ്. നമ്മളുടെ തെലുങ്ക് സിനിമയിലെ വെങ്കടേഷ്. ജയലളിത. ജയലളിതയുടെ മുഖം അത്ര അങ്ങോട്ട് സുഖമായിട്ട് തോന്നിയില്ല. ഔ, അടുത്ത താരം എം ജി രാമചന്ദ്രൻ, നമ്മുടെ മലയാളി, പക്ഷേ മുൻ തമിഴ് CM. സാക്ഷാൽ പ്രഭുദേവയുടെ മുഖം അല്പം കൂടി ബെറ്റർ ആകാമായിരുന്നു എന്ന് തോന്നുന്നു. ആ, ഇത് സൂപ്പറായിട്ടുണ്ട്. പുള്ളിക്ക് കൊടുക്കുന്ന നല്ലൊരു ട്രിബ്യൂട്ടും കൂടിയാണിത്. കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പുള്ളിയുടെ വൃക്കകളിലൊന്ന് ദാനം ചെയ്ത് മഹത്തായൊരു സന്ദേശം കൂടി നൽകിയ കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളി, വീഗാലാൻഡിൻ്റെ ഒക്കെ ഓണർ, പ്രൊപ്പറേറ്റർ. വാവ്, എലിസബത്ത് രാജ്ഞി, എലിസബത്ത് 2. അടുത്ത് സാക്ഷാൽ മിസ്റ്റർ ബീൻ എന്ന് പറയുന്ന ക്യാരക്ടറാണെന്നുണ്ടെങ്കിലും ഇത് ചെയ്യുന്നത് റോവൻ ആറ്റ്കിൻസൺ എന്ന് പറയുന്ന നടനാണ്, നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ. ദ ഗ്രേറ്റ് ലെജൻഡ് ചാർലി ചാപ്ലിൻ. പുള്ളി നന്നായിട്ടുണ്ട്. ഇതാരാണ്? അൻകുഷ് ചൗധരി ഈസ് എൻ ഇന്ത്യൻ ഫിലിം ആക്ടർ, സ്ക്രീൻ റൈറ്റർ. ഓക്കെ, ഹിന്ദി ഫിലിമിലായിരിക്കും, നമുക്ക് അത്ര പരിചയമില്ല. ഇതാരാണ്? ഇത് മനസ്സിലായില്ലല്ലോ. ഇതാരാണ് ചേച്ചി ഗൗണൊക്കെ ഇട്ടിരിപ്പുണ്ട്. അമൃത ഖാൻവിൽക്കർ. ഇറ്റ്സ് എൻ ഇന്ത്യൻ ഫിലിം ആക്ട്രസ് ഹു അപ്പിയേഴ്സ് ഇൻ മറാത്തി മൂവീസിലെ താരമാണ്. ഇത് മനസ്സിലായി. ഇത് സൈറാത്ത് എന്ന് പറയുന്ന മറാഠി സിനിമയിൽ അഭിനയിക്കുന്ന നടിയാണ്. ഇതിൻ്റെ പിന്നിൽ കാണിച്ചിരിക്കുന്നതാണ് സൈറാത്ത് സിനിമയുടെ. ഇത് ഗംഭീര പടമുണ്ടോ. നിങ്ങൾ സൈറാത്ത് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു ഗംഭീര ലവ് സ്റ്റോറി, പിന്നെ അവരുടെ ലൈഫ്, അതൊക്കെ ഗംഭീരമായിട്ട് വരച്ച് കാണിക്കുന്ന ഒരു സൂപ്പർ പടമാണ്. മറാഠി സിനിമയിലെ ആദ്യത്തെ 100 കോടി കളക്ട് ചെയ്ത പടമാണ് സൈറാത്ത്. കാണേണ്ട ഒരു ഗംഭീര പടം. ഇതാരാണ്? ഇത് മനസ്സിലാവുള്ളല്ലോ. ഇതാരാണ്? സൽമാൻക്ക് മൊട്ടടിച്ചതല്ല ഇത്. ഇത് ആ സിനിമയിൽ തന്നെയാണ്. ഇത് മറ്റേ സൈറാത്ത് എന്ന് പറഞ്ഞൊരു മറാഠി സിനിമയുണ്ട്, ആദ്യത്തെ 100 കോടി ചിത്രം. ആ ചെക്കനാണ് ഇത്. അപ്പോൾ ആ സിനിമയിൽ തന്നെയുള്ള ആയിരിക്കും, മനസ്സിലാവണില്ല. ആ സിനിമയിൽ ഇപ്പോൾ ഞാൻ ഓർക്കണില്ല അതിൽ ഇത് ഏത് താരമാണെന്നുള്ളത്. ഓക്കെ, പുള്ളിയുടെ പേര് ഇതിൽ കൊടുത്തിട്ടുണ്ട്. നാഗരാജ് മഞ്ജുളെ ഓർ ആകാശ് റിങ്കു രാജ്ഗുരു ആണ് ആ ലേഡി. അപ്പോൾ ആകാശ് അല്ലെങ്കിൽ നാഗരാജായിരിക്കും. അവിടേക്ക് കറങ്ങി വരാം. സാക്ഷാൽ ശ്രീ രവിശങ്കർ, ബാബാ സാഹേബ്. അടുത്ത് സ്വാമി വിവേകാനന്ദൻ, നൈസായിട്ടുണ്ട്. ദലൈലാമ, പുള്ളിയുടെ വളരെ ചിരിച്ചിരിക്കുന്ന നല്ല ഭംഗിയുള്ള ഒരു സ്റ്റാച്ചു കേട്ടോ. പുള്ളിയുടെ മുഖത്ത് ഡീറ്റെയിലിംഗ് ഒക്കെ വളരെ മനോഹരമാണ് ദലൈലാമയുടെ. സദ്ഗുരു ശ്രീ വമൻ റാവ് പൈ, ഇതൊന്നും വലിയ നമുക്ക് അത്ര പിടുത്തമില്ല ആരാണെന്നുള്ളത്. സാക്ഷാൽ സായിബാബ. മദർ തെരേസയുടെ മുഖത്ത് ഒരുപാട് ഡീറ്റെയിലിങ്ങുകളൊക്കെ കൊടുത്തിട്ടുണ്ട്, പക്ഷേ അത്ര ഒരു കറക്റ്റ് ചായ വന്നോ എന്നുള്ള കാര്യത്തിൽ ഡൗട്ടാണ്. ബാബ രാംദേവ്, യോഗാചാര്യൻ ബാബ രാംദേവ്, പതഞ്ജലിയുടെയൊക്കെ എന്താ പറയുക, അതിൻ്റെയൊക്കെ ഓണർ. സാക്ഷാൽ മുഹമ്മദ് റാഫി. ഓക്കെ, മുഹമ്മദ് റാഫിയുടെ ഫാനാന്ന് തോന്നുന്നു. മുഹമ്മദ് റാഫിയുടെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇതാരാണ്? ഇതൊക്കെ മ്യൂസീഷ്യൻസാണ്. പണ്ഡിറ്റ് ജസ്രാജ്. നമ്മൾ മ്യൂസിക്കിന് അത്രത്തോളം നമുക്ക് അത്ര വലിയൊരു നോളജ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് അത്ര പിടുത്തമില്ല.
അടുത്തത് എം എസ് സുബ്ബലക്ഷ്മി, ഗ്രേറ്റ്. എം എസ് സുബ്ബലക്ഷ്മിയുടെ പേരിൽ ഇപ്പോൾ ഒരു പുതിയ പടം ഇറങ്ങുന്നുണ്ടെന്ന് തോന്നുന്നു. വിദ്യാബാലനാണ് സിനിമയിൽ സുബ്ബലക്ഷ്മിയായിട്ട് അഭിനയിക്കണേ എന്നുള്ള പറഞ്ഞ് പുള്ളിക്കാരിയുടെ കുറച്ച് ഫോട്ടോസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സാക്ഷാൽ എബ്രഹാം ലിങ്കൺ, മുൻ അമേരിക്കൻ പ്രസിഡന്റ് കൂടിയാണ്. സാക്ഷാൽ നെൽസൺ മണ്ടേല. ഇതൊക്കെ ഇനി നമ്മളുടെ രാജ്യം കടന്ന് വിദേശത്തുള്ള ഇൻ്റർനാഷണൽ താരങ്ങളിലേക്കാണ്, ഇതിഹാസങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. കാർട്ടൂണിസ്റ്റ് ശങ്കർ, ഓക്കെ. ശക്തിമാൻ, നമ്മളുടെ ഒരു കാലത്ത് 90s കിഡ്സിൻ്റെ ഒരു എന്താ പറയുക വികാരമായിരുന്ന മുകേഷ് ഖന്ന അവതരിപ്പിച്ച സാക്ഷാൽ ശക്തിമാൻ. ഇത് നമ്മളുടെ ഗിന്നസ് വേൾഡ് റെക്കോർഡിലുള്ള, അതായത് ലോകത്തിലെ ഏറ്റവും ചെറിയ പെൺകുട്ടി എന്ന ഗിന്നസ് വേൾഡ് റെക്കോർഡിന് ഉടമ. അവളുടെ പേര് ഞാൻ മറന്നുപോയി എന്താണെന്നുള്ളത്. പേര് ഇവിടെ ജ്യോതി ആംഗെ. ഇന്ത്യക്കാരിയാണ്, നാഗ്പൂറുകാരിയാണ്, മഹാരാഷ്ട്രക്കാരിയാണ്. ഇവിടെ പിന്നെ കുറേ കാർട്ടൂൺ കഥാപാത്രങ്ങളാണ്. ഇത് ആരൊക്കെയാണ് ഏതൊക്കെയാണെന്ന് മനസ്സിലാവണില്ല. ഇത് ചോട്ടാ ഭീം, അത് മാത്രം അറിയാം. ബാക്കിയൊക്കെ ഒരു പക്ഷേ ചോട്ടാ ഭീമിലെ തന്നെ ക്യാരക്ടേഴ്സ് ആയിരിക്കാം. छोटा वीडियोस करता है. साउथ इंडियन एसोसिएशन मेडिकल कॉलेज. अच्छा, पूरा दिन में कुछ भी खाली नहीं समझ में आया, इडली डोसा वड़ा दिया. ओके, सब अच्छा है ना, अच्छा खाना है, इडली वड़ा. साउथ इंडियन एसोसिएशन में मेडिकल BPDH, बैचलर ऑफ फिजियोथेरेपी. अच्छा, ग्रेट. उनको पूरा टोटली साउथ. ओके. साउथ अच्छा है ना सर. मेरी 44 उम्र है. हमारी बेस्ट हीरोइन श्रीदेवी है. श्रीदेवी है बेस्ट है ना. हासन, रजनी. So you are well aware of our South Indian heroes, our stars. अच्छा, साउथ के बिना कुछ नहीं है. अच्छा, साउथ में तो आना है, साउथ में आना है बहुत घूमने. यस आओ ना, बहुत अच्छा प्लेसेस है. केरला में आओ, अच्छा प्लेस है. बहुत. आप देखो इंडिया में साउथ देखोगे तो फॉरेन लगेगा, साफ सफाई. Yes, totally different, not like any other states of India. You feel different and the culture, everything is totally different compared to. Everything is best. Yes. Thank you. Yeah. സാക്ഷാൽ അഡോൾഫ് ഹിറ്റ്ലർ. പുള്ളി എത്ര ജൂതന്മാരെ കൊന്നിട്ടുണ്ടെന്ന് ഇതുവരെ ഒരു കണക്കില്ല എന്നാണ് അറിയപ്പെടുന്നത്. സാക്ഷാൽ സ്പൈഡർമാൻ. ഇതിൻ്റെ പിന്നിലിരിക്കുന്നത് റമീസ് സ്പൈഡർമാനാണോ അല്ലെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് സ്പൈഡർമാനാണോ എന്നൊന്നും അറിയില്ല. പക്ഷേ കണ്ടിട്ട് ഇത് അമേസിങ് സ്പൈഡർമാനാണ്. ഇതാരാണ്? സർ വിൻസ്റ്റൺ ചർച്ചിൽ. ഓക്കെ, ഇതൊക്കെ ഇൻ്റർനാഷണൽ പൊളിറ്റീഷ്യൻസാണ്, ഇൻ്റർനാഷണൽ ലെവലിലേക്ക് എത്തി. ഇത് നമ്മളുടെ ദുബായിയുടെ ഭരണാധികാരിയല്ലേ, മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം. പുള്ളി അടുത്തിടെയാണ് മരണപ്പെട്ടതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇതെന്താണ്? ബ്രൂസ്ലി. ഷാവലിൻ ഇതൊക്കെ കാണിച്ച് ബ്രൂസ്ലീനെയാണ് കാണിച്ചിരിക്കുന്നത്. ബ്രൂസ്ലിയും പിന്നെ ഇതാരാ? ബ്രൂസ്ലിയും ജെറ്റ്ലി. ജെറ്റ്ലീനെ കണ്ടിട്ട് മനസ്സിലായില്ല. ബ്രൂസ്ലി ആൻഡ് ജെറ്റ്ലി, ഗ്രേറ്റ്. ഇവർ തമ്മിലുള്ള ഒരു ഫൈറ്റ് പോലെയാണ് ഇത് കാണിച്ചിരിക്കുന്നത്. സദ്ദാം ഹുസൈൻ തൂക്ക് മരണത്തിന് വിധിക്കപ്പെടുമ്പോഴും ചിരിച്ചുകൊണ്ട് മരണം വരിച്ചു എന്ന് പറയപ്പെടുന്ന സാക്ഷാൽ സദ്ദാം ഹുസൈൻ. മുസ്തഫ ബർസാനി. ഇതൊക്കെ ആരാന്ന് നമുക്ക് അത്ര വലിയ പിടുത്തമില്ല. ഇതാരാണ്? ആരോ ഇരുന്ന് പടം വരച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. MF ഹുസൈൻ. ഓക്കെ, കേട്ടിട്ടുണ്ട്, എവിടെ ഒരു ചായ കണ്ടിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ഇനി പലർക്കും അറിയാത്ത ഒരു കാര്യം ഉണ്ടാവും, എങ്ങനെയാണ് ഈ മുഖത്തിൻ്റെയൊക്കെ ഈ ഒരു വാക്സ് പ്രതിമ ഉണ്ടാക്കണമെന്നുള്ളത്. എൻ്റെ ഒരു അറിവനുസരിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ആദ്യം ഒരു മണ്ണിൻ്റെ ഒരു ശില്പമായിട്ട് മുഖം കാർവ് ചെയ്ത് തന്നെ പ്രിപ്പയർ ചെയ്യും. എന്നിട്ട് ആ മുഖത്തിൻ്റെ ആ മണ്ണുകൊണ്ട് ഉണ്ടാക്കിയ പ്രതിമ അത് എന്തെങ്കിലും ഒരു പോട്ടിലേക്ക് എന്തെങ്കിലും വെച്ചിട്ട് അതിൽ ആ ഒരു ജെല്ല് പോലെ അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി, റെസിനല്ല, പക്ഷേ അതുപോലെ തന്നെ ഒരു ജെല്ലി ടൈപ്പ് സാധനമുണ്ട്. അതൊരു ലിക്വിഡാണ്. ആ ലിക്വിഡ് ആ പ്രതിമയുടെ ആ തലയിൽ ഉള്ള ആ പോട്ടിലേക്ക് ഒഴിക്കും. എന്നിട്ട് അത് സെറ്റായി കഴിയുമ്പോൾ അതൊരു റബ്ബറി ടൈപ്പ് ഫോമിലേക്ക് മാറും. എന്നിട്ട് അതിൽ നിന്ന് ഈ തല ഊരി പുറത്തെടുക്കും. നമുക്ക് ആ ജെല്ല്, ആ റബ്ബറി സംഭവത്തിൻ്റെ ഉള്ളിൽ
ഹോളോ ആയിട്ട് കിട്ടും. അതിലേക്കാണ് മെഴുക് ഉരുക്കി ഒഴിക്കണേ. മെഴുക് ഉരുക്കി ഒഴിച്ച് അത് സെറ്റായതിനു ശേഷം ആ റബ്ബർ പോലെയുള്ള ആ മോൾഡ് പൊളിച്ച് ഈ മുഖം പുറത്തേക്ക് എടുക്കണം. എന്നിട്ട് മുഖത്ത് പെയിൻറ്റിങ്ങും ഹെയറൊക്കെ ഫിക്സ് ചെയ്ത് ബോഡി ഷേപ്പിലുള്ള സ്റ്റാച്യു പ്രിപ്പയർ ചെയ്ത് കോസ്റ്റ്യൂമൊക്കെ ഇടിപ്പിച്ച് നമ്മളുടെ മുന്നിലേക്ക് എത്തുന്നു. അപ്പോൾ അങ്ങനെയാണ് ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് എന്നാണ് എൻ്റെ ചെറിയൊരു അറിവ്. ഇത്രയൊക്കെയാണ് നമ്മളുടെ വാക്സ് മ്യൂസിയത്തിലെ വിശേഷങ്ങൾ. നമ്മുടെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അഥവാ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാകുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്കും ചെയ്യാവുന്നതാണ്. ഇതിൽ മനോഹരമായ മറ്റൊരു വിശേഷവുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.